ഇന്നലെ നടന്ന അർജന്റീന ഈജിപ്ത് മത്സരത്തിൽ വലിയൊരു വിവാദമൊക്കെ റഫറി അർജന്റീനയ്ക്ക് അനുകൂലമായി നിന്നു എന്ന വിവാദമൊക്കെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ കുറച്ച് ഫുട്ബോൾ ആരാധകർ ചേരുന്നുണ്ട്. അത്തരത്തിലൊരു വിവാദം നിലനിൽക്കുന്നുണ്ട്, ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഞങ്ങൾ നേരിട്ട് കണ്ടതല്ല അത് ഈ വേൾഡ് കപ്പിൻ്റെ ഭംഗി തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ വേൾഡ് കപ്പ് പോണത്. ഈ റഫറിയുടെ ഒരു വിവാദമായിട്ട് തോന്നുന്നുണ്ടോ നിലപാടുകൾ? തീർച്ചയായിട്ടും റഫർ ചെയ്ത്, അതായത് ഇവിടുന്ന് സ്വിച്ച് ഓൺ ചെയ്ത ബോള്, അതായത് ഇല്ലേ ഡീൻ്റെ അവിടുന്ന് എന്തോ സ്റ്റാർട്ട് ചെയ്ത ബോള് കളി തുടങ്ങി അവൻ 3 ആള് ബീറ്റണായി ഇപ്പോൾ ഗോൾ അടിച്ച ശേഷമാണ് അവർ അതിനെ ക്ലെയിം ചെയ്യുന്നത്. അത് ശരിയല്ല. ഈ അധിനിവേശ ശക്തികളുടെ അവർ അതിപ്രസരം തന്നെയാണ്. ശരിയല്ല അവർ ചെയ്തത്. ഈ അർജന്റീനയ്ക്ക് കിട്ടിയ അതേ ഇത് തന്നെ ഫ്രീ കിക്ക് തന്നെ, അല്ല ഫൗൾ കിക്ക് തന്നെ സെയിം കിട്ടിയില്ലേ? എന്തുകൊണ്ട് കൊടുത്തില്ല? സ്ക്രീൻ നോക്കിയില്ല, പെനാൽറ്റി കൊടുത്തില്ല. ഇന്നലെ കളിച്ചതിൽ മെസ്സി ടോപ്പ് ക്ലാസ് കളി കളിച്ചു. പക്ഷേ റഫറീസിൻ്റെ ചില തീരുമാനങ്ങൾ നമുക്കത് വാറിൽ ചിലത് വാറിൽ വിടണം. ചില കാര്യങ്ങൾ അവരെടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നില്ല. നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, അത് റഫറിൻ്റെ ഡിസിഷൻ അല്ലേ. അതുകൊണ്ട് കളി നടന്നു കഴിഞ്ഞു, ജയിച്ചും കഴിഞ്ഞു, ഇനി എന്താ ഉള്ളത്? പാട്ടൊരു കാര്യമില്ലല്ലോ. ഫുട്ബോളിനെ ഒരു മങ്ങലേൽപ്പിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടോ? അത് ഈ കാണുന്ന എല്ലാവർക്കും അത് തോന്നലുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ആധികാരികമായിട്ട് അത് എന്താണ് തീരുമാനം എന്ന് ഇതുവരെയ്ക്കും നമുക്ക് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഉള്ളിലും അങ്ങനെ സംസാര വിഷയമുണ്ട്. കളി കാണുമ്പോൾ എല്ലാവരും കാണുമ്പോൾ ചിലതായിട്ടുള്ള തോന്നും. പക്ഷേ റഫറീസിൻ്റെ ഡിസിഷനാണല്ലോ നമ്മൾ അത് കൊടുക്കേണ്ടത്. ചില ഫൗൾസൊക്കെ അവിടെ പോയി അത് രണ്ടാമത് റീടേക്ക് എടുത്തിട്ട് വന്നു, അത് ഫൗളാക്കി. അതേ ഒരു ഫൗൾ ഇവിടെയും കിട്ടി, പക്ഷേ അത് വാറിന് വിട്ടില്ല. അതിനെക്കുറിച്ച് വേൾഡ് ക്ലാസ്സിൽ തന്നെ അത് ചർച്ച നടക്കുന്നുണ്ട്. എന്തായാലും ഫുട്ബോളിന് മങ്ങലേൽപ്പിച്ചു എന്ന് തന്നെയാണ് ആരാധകരെല്ലാം പറയുന്നത്. എന്തായാലും ഫിഫ ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിക്കാൻ പാടില്ല എന്ന അഭിപ്രായവും വരുന്നുണ്ട്. ക്യാമറാമാൻ രമേശ് റാമിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം.